ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. നമ്മൾ ഇന്ന് കേരളത്തിന്റെ 69ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. അതായത് കേരളം പിറവി കൊണ്ടിട്ട് 69 വർഷങ്ങൾ പൂർത്തിയായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം പഠിക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളാണ്. നമ്മുടെ പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും നമ്മൾ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ അടുത്ത് കാണുന്ന പരീക്ഷകളിലൊക്കെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷകളിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളവുമായി ബന്ധപ്പെട്ട ഇതിന്റെ പ്രധാന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ കേരള സംസ്ഥാനം നിലവിൽ വന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. 1956 നവംബർ 1-ന്. അപ്പോൾ അന്ന് എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ചോദിച്ചാൽ 5 ജില്ലകൾ മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. 5 ജില്ലകളാണ്: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, പിന്നെ മലബാറും. അതായത് തൃശ്ശൂരിന് ഇങ്ങോട്ട് മലപ്പുറം മുതൽ ഇങ്ങോട്ടുള്ള ജില്ലകളൊക്കെ ചേർത്തിട്ട് മലബാർ എന്നാണ് കോമൺ ആയി പറഞ്ഞിരുന്നത്. ഓക്കെ, അങ്ങനെ തിരുവനന്തപുരം ഉണ്ട്, കൊല്ലമുണ്ട്, കോട്ടയമുണ്ട്, തൃശ്ശൂരുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, പിന്നെ മലബാർ. ഇങ്ങനെ 5 ജില്ലകളാണ് കേരളം 1956 നവംബർ 1-ന് രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്നത്. ഇനി വളരെ കേരളത്തിന്റെ ജനസംഖ്യ നോക്കിയാൽ എത്രയാണ്? 3,34,06,061 ആണ്. അത് 2011 സെൻസസ് പ്രകാരമാണ്. എന്നാൽ സർക്കാരിന്റെ ഔദ്യോഗിക രേഖകൾ പ്രകാരം 3,33,87,677 എന്നാണ് കണക്ക് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനിയിപ്പോ ജനസംഖ്യ ഒക്കെ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പം വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ദശാബ്ദ ജനസംഖ്യാ വളർച്ച നിരക്ക് 4.91%. ദശാബ്ദ ജനസംഖ്യാ വളർച്ച നിരക്ക് 4.91%. പരീക്ഷയിൽ ചോദിക്കുന്നതാണ് കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്. കേരളത്തിന്റെ വിസ്തീർണം പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായി മനസ്സിലാക്കുക. 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. ഒന്നുകൂടി ഓർത്ത് വച്ചേക്കുക. വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 14 ജില്ലകളാണ്. തലസ്ഥാനം തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ സാംസ്കാരിക തലസ്ഥാനം എവിടെയാണ്? സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. തലസ്ഥാനം തിരുവനന്തപുരമാണ്. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ ചോദിക്കാം, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെ? അപ്പൊ അത് തൃശ്ശൂരാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല വളരെ ഇമ്പോർട്ടന്റ് ആയി ഓർത്ത് വെക്കുക, ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. പാലക്കാട് ആയിരുന്നു. പാലക്കാട് ഇപ്പൊ 2ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ഏറ്റവും വലിയ ജില്ലയാകാനുള്ള കാരണമാണ് ഇടുക്കി ജില്ലയിൽ ഇരുന്ന ഇടമലക്കുടി ആദിവാസി പഞ്ചായത്തിന്റെ ഒരു ഭാഗവും എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെ ഭാഗമായിരുന്ന കുറച്ച് ഏരിയയും എന്താണ് ഭരണ സൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തു. അതായത് ഇടുക്കി ജില്ലയുടെ ഭാഗമാണ് ഇടമലക്കുടി ആദിവാസി പഞ്ചായത്ത്. ഈ ഇടമലക്കുടി ആദിവാസി പഞ്ചായത്തിലേക്ക് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെ ഭാഗമായിരുന്ന 12,718.5095 ഹെക്ടർ ഭരണ സൗകര്യത്തിന് വേണ്ടി ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തു. ഇതോടെയാണ് ഇടുക്കി ഒന്നാമതെത്തിയത്, ഏറ്റവും വലിയ ജില്ലയായിട്ട് ഒന്നാമതെത്തിയത്. ഇടുക്കിയുടെ ആകെ വിസ്തീർണം എത്രയാണ്? 4,612 ചതുരശ്ര കിലോമീറ്റർ. മുൻപ് 4,358 ആയിരുന്നു. അന്ന് 4,482 ആയിരുന്നു പാലക്കാട് ജില്ലക്കുണ്ടായിരുന്നത്. അപ്പൊ മുമ്പ് ഇടുക്കിയുടെ വിസ്തീർണം ചതുരശ്ര കിലോമീറ്റർ 4,358 ആയിരുന്നു. അപ്പൊ അതിനു മുമ്പ് പാലക്കാട് 4,482. എന്നാൽ ഇടമലക്കുടിയിലേക്ക് കുട്ടമ്പുഴ വില്ലേജിനെ ചേർത്തപ്പോൾ അത് 4,612 ചതുരശ്ര കിലോമീറ്റർ ആയി മാറി. ഇടുക്കി ഏറ്റവും വലിയ കേരളത്തിലെ ജില്ലയായി മാറി. ഇങ്ങനെയാണ് ആ ഒരു സംഭവം. അപ്പോൾ 2ാമത്തെ ജില്ല ചോദിച്ചാൽ പാലക്കാടാണ്. ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചാൽ ആലപ്പുഴയും. 2ാമത്തെ ജില്ല പാലക്കാട്, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഓക്കെ, മറന്നു പോകാതെ മനസ്സിലാക്കുക. ഇനിയെല്ലാം ബേസ് ആണ്. പലതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. എങ്കിലും മറന്നു പോകാതെ ഓർത്തു വെക്കുക. ജില്ലാ പഞ്ചായത്തുകൾ 14 ജില്ലാ പഞ്ചായത്ത്. നമുക്ക് ജില്ലകൾ 15 എത്രയാ? 14 ജില്ലകൾക്ക് 14 ജില്ലാ പഞ്ചായത്തുകൾ. ഓക്കെ, ബ്ലോക്ക് പഞ്ചായത്തുകൾ 152, ഗ്രാമപഞ്ചായത്തുകൾ 941, താലൂക്ക് 78. ഏറ്റവും അവസാനം വന്ന താലൂക്ക് അട്ടപ്പാടി താലൂക്കാണ്. അട്ടപ്പാടി താലൂക്ക്. അതുപോലെ കേരളത്തിൽ 6 കോർപ്പറേഷനുകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം ഉണ്ട്, കൊല്ലം ഉണ്ട്, തൃശ്ശൂരുണ്ട്, കൊച്ചിയുണ്ട്, അതുപോലെ നമുക്ക് കോഴിക്കോടും കണ്ണൂരും. ഇങ്ങനെ 6 കോർപ്പറേഷനുകളാണ് നമുക്കുള്ളത്.
87 നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ, 87 നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ഏരിയയിലേക്ക് നമുക്ക് പോകാം. കേരളത്തിൽ അപ്പോ എത്ര നിയമസഭാ മണ്ഡലങ്ങൾ? 140 നിയമസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. നിയമസഭാ അംഗങ്ങളോ അതും 140 തന്നെ. എന്നാൽ എന്താണ്, ഈ 104ാം ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് 141 പേരുണ്ടായിരുന്നു. 140. ഒരാള് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു. എന്നാൽ അത് 104ാം ഭരണഘടനാ ഭേദഗതി വന്നതോടുകൂടി ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം എന്ത് ചെയ്തു? റദ്ദാക്കി. അതോടുകൂടി 140ലേക്ക് തന്നെ 140 നിയമസഭാ മണ്ഡലങ്ങളും 140 നിയമസഭാ അംഗങ്ങളും എന്ന രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14 എണ്ണമുണ്ട്. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. കേരള നിയമസഭയിലെ പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങൾ 2 എണ്ണമാണ്, സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങൾ 2 എണ്ണം, സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. ഇനി ലോക്സഭാ മണ്ഡലങ്ങൾ എത്രയുണ്ട് കേരളത്തിൽ? 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. 20 ലോക്സഭാ മണ്ഡലങ്ങൾ. ആ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 എണ്ണം സംവരണ മണ്ഡലങ്ങളാണ്. ഒന്ന് ആലത്തൂരും മറ്റൊന്ന് മാവേലിക്കരയും. 2 എണ്ണം ലോക്സഭാ സംവരണ മണ്ഡലങ്ങളാണ്, ആലത്തൂറും മാവേലിക്കരയും. ഇനി നമ്മൾ പറഞ്ഞു ലോക്സഭാ മണ്ഡലങ്ങൾ 20 ആണെങ്കിൽ രാജ്യസഭാ സീറ്റുകൾ 9 എണ്ണമാണ്. എത്രയാണ്? 9. രാജ്യസഭാ സീറ്റുകൾ 9. മനസ്സിലാക്കുക, 9. ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിൽ കേരളത്തിന്റെ സ്ഥാനം 21ാമതാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിൽ കേരളത്തിന്റെ സ്ഥാനം 21ാമതാണ്. 22ആയിരുന്നു. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടുകൂടി കേരളത്തിന്റെ സ്ഥാനം ഉയർന്നു. ഓക്കെ, ഒരു സ്ഥാനം ഉയർന്നിട്ടുണ്ട്. ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം 13ആണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം 13ആണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് കേരളത്തിന്റെ ഏറ്റവും ബേസ്. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക മൃഗങ്ങളെയും പക്ഷികളൊക്കെ നമുക്കൊന്ന് പഠിക്കണ്ടേ? അടുത്ത് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം എന്താണ്? ആനയാണ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത്. അതിന്റെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. പണ്ട് കാലങ്ങളിൽ PSC പഠിച്ചിരുന്ന ഏറ്റവും ആദ്യം പഠിച്ചിരുന്ന കാര്യങ്ങളാണ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം, പുഷ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? അത് മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. ബ്യൂസറസ് ബൈകോർണിസ് എന്നതാണ് ശാസ്ത്രീയ നാമം. ശാസ്ത്രീയ നാമം പഠിച്ചു വെച്ചേക്കുക. ശാസ്ത്രീയ നാമമൊക്കെ ചിലപ്പോൾ ചോദിക്കാം. നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ ചേരുംപടി ചേർക്കുന്നതിൽ ഏതാണ് ശരിയായത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ മലമുഴക്കി വേഴാമ്പൽ ബ്യൂസറസ് ബൈകോർണിസ് ആണ് ശാസ്ത്രീയ നാമം. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. ഏതാണ്? കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാറ്റൻസിസ് ആണ് ശാസ്ത്രീയ നാമം. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം അത് തെങ്ങാണ്. ശാസ്ത്രീയ നാമം കോക്കോസ് ന്യൂസിഫറ എന്നതാണ് ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. കേരളം കേരവൃക്ഷങ്ങളുടെ നാടെന്നല്ല അറിയപ്പെടുന്നത്. അപ്പൊ തെങ്ങ് തന്നെ, അത് എവിടെയും നമ്മൾ മാറ്റി പറയേണ്ടി വരില്ല. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഏതാണ്? കണിക്കൊന്ന. നമ്മള് എന്താണ് വിഷുവിന് കണിവെക്കില്ലേ? അത് തന്നെ കണിക്കൊന്നയാണ്. കാസിയ ഫിസ്റ്റുല എന്ന് പറയും. കാസിയ ഫിസ്റ്റുല എന്നാണ് ശാസ്ത്രീയ നാമം. കണിക്കൊന്നയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം, കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ഇളനീരാണ് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം എന്ന് പറയുന്നത്. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീർ. അങ്ങനെയാണെങ്കിൽ ഔദ്യോഗിക ഫലം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക. ഏതാണ്? ചക്ക. നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ചക്കയാണ്. ശാസ്ത്രീയ നാമം ചോദിച്ചാൽ ആർട്ടോകാർപ്പസ് ഹെട്രോഫൈലസ് ആണ് ചക്കയുടെ ശാസ്ത്രീയ നാമം. അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. എന്നാൽ ഏറ്റവും ആദ്യം ആളുകൾ മറന്നുപോകുന്നതാണ്, കൃത്യമായി തന്നെ പഠിച്ചു നോക്കുക. കേരളത്തിന്റെ സംസ്ഥാന ശലഭം ഏതാണ്? കേരളത്തിന്റെ സംസ്ഥാന ശലഭമാണ് ബുദ്ധമയൂരി. ഏതാണ്? ബുദ്ധമയൂരി എന്നതാണ് കേരളത്തിന്റെ സംസ്ഥാന ശലഭം. പാപ്പിലിയോ ബുദ്ധ എന്നാണ് പറയുക. പാപ്പിലിയോ ബുദ്ധ എന്നതാണ് ശാസ്ത്രീയ നാമം. ബുദ്ധമയൂരി എന്ന സംസ്ഥാന ശലഭത്തിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ പാപ്പിലിയോ ബുദ്ധ. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങൾ മറന്നു പോകരുത്, കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇതെല്ലാം വീണ്ടും പരീക്ഷകളിൽ ആവർത്തിച്ച് വന്ന് കാണപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല, ഇതാണ് കേരളത്തിന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, ഇതാണ് കേരളത്തിന്റെ ഔട്ട്ലൈൻ എന്നത്. ഇതിൽ ഏതാണ് തെക്ക്? ഇതാണ് തെക്ക്, ഇതാണ് വടക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. ഇങ്ങനെയാണ് കേരളത്തിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് മനസ്സിലാക്കുക. ഇതിൽ തെക്കേ അറ്റത്തുള്ള ജില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഏറ്റവും തെക്കേ അറ്റത്ത് ഏതാണ് ജില്ല? അത് തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്തെ താലൂക്ക്, അപ്പൊ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന തെക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര. തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര. ഓക്കെ, അത് മനസ്സിലാക്കുക. തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകരയാണ്. അങ്ങനെയാണെങ്കിൽ വടക്കേ അറ്റത്തൊരു താലൂക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ വടക്കേ അറ്റത്തെ താലൂക്കാണ് മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരമാണ് വടക്കേ അറ്റത്തെ താലൂക്ക് എന്ന് പറയുന്നത്, പഠിച്ചു വെക്കണേ. അതുപോലെ അങ്ങനെയാണെങ്കിൽ തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം ഏതാണ്? അസംബ്ലി മണ്ഡലം ഏതാണ്? അത് നെയ്യാറ്റിൻകരയാണ്. അതായത് നമ്മുടെ എന്താണ് MLA കോൺസ്റ്റിറ്റ്യുവൻസി ആണ്. ഓക്കെ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതാണ് അസംബ്ലി മണ്ഡലം പറയുന്നത്. MLA-മാരുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഏറ്റവും തെക്കേ അറ്റത്ത് നെയ്യാറ്റിൻകരയും. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം ഏതാണ്? ഏതാണ് അസംബ്ലി മണ്ഡലം? ഇവിടെ തെറ്റാണ്, മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരമാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചെറിയ തെറ്റുണ്ട്, അത് ടൈപ്പിംഗിൽ വന്ന മിസ്റ്റേക്ക് ആണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരമാണ്. ഓക്കെ, മഞ്ചേശ്വരമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം ഏതാണ്? അത് തിരുവനന്തപുരമാണ്. ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരവും വടക്കേ അറ്റത്തുള്ളത് കാസർഗോഡുമാണ്. വടക്കേ അറ്റത്ത് കാസർഗോഡുമാണ്. തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരവും വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡുമാണ്. അപ്പോൾ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല, തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാലയും വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരവുമാണ്. വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരവുമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഗ്രാമം ഏതാണ്? കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഗ്രാമം ഏതാണ്? അത് കളിയിക്കാവിളയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഗ്രാമം കളിയിക്കാവിള. അത് കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടായി. അപ്പൊ കളിയിക്കാവിളയാണ് തെക്കേ അറ്റത്തുള്ള ഗ്രാമം. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം ഏതാണ്? അത് തലപ്പാടിയാണ്. ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടിയാണ്. അത് കഴിഞ്ഞാൽ കാസർഗോഡ് കഴിഞ്ഞ് പിന്നെ ഏതാണ്? മംഗലാപുരം, അതായത് കർണാടക നമ്മൾ ഏരിയയിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ തെക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. തെക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ്. വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം നോക്കാം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികവർഗക്കാരുടെ ജനസംഖ്യാ നിരക്ക് 1.5%. കേരളത്തിലെ പട്ടികവർഗക്കാരുടെ ജനസംഖ്യാ നിരക്ക് 2011 സെൻസസ് പ്രകാരം 1.5%. പട്ടികജാതിക്കാരുടേതോ 9.1%. 9.1%. അങ്ങനെയാണെങ്കിൽ നമുക്ക് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടാണ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാടും പട്ടികജാതിക്കാർ കുറവ് വയനാടുമാണ്. പട്ടികജാതിക്കാർ കുറവ് വയനാട്. പട്ടികജാതിക്കാർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൂടുതൽ എവിടെയാണ്? പാലക്കാടാണ്. കുറവ് വയനാട്. പട്ടികവർഗക്കാർ കൂടുതൽ ചോദിച്ചാൽ വയനാട്. ഷെഡ്യൂൾഡ് ട്രൈബ് കൂടുതൽ വയനാടാണ്. ഷെഡ്യൂൾഡ് ട്രൈബ് വയനാടാണ്. ഏറ്റവും കുറവ് ആലപ്പുഴയുമാണ്. പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കെ, ചോദിക്കാൻ സാധ്യതയുണ്ട്. പട്ടികജാതിക്കാർ കൂടുതൽ പാലക്കാട്, കുറവ് വയനാട്. പട്ടികവർഗക്കാർ കൂടുതൽ വയനാട്, കുറവ് ആലപ്പുഴ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല കണ്ണൂരുമാണ്. ഓക്കെ. ഇനി പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതൽ വയനാടും കുറഞ്ഞ ജില്ല ആലപ്പുഴയുമാണ്. അതൊന്നും ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് പഠിച്ചാൽ മതി. ഇനി കൂടുതൽ താലൂക്കുകളുള്ള ജില്ല ഏതാണ്? 3 ജില്ലക്കാണ് കൂടുതൽ താലൂക്കുകൾ ഉള്ളത്. 7 വീതം താലൂക്കുകളാണ് ഈ 3 ജില്ലകൾക്ക് ഉള്ളത്. എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ. എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ ജില്ലകൾക്ക് 7 വീതം താലൂക്കുകളുണ്ട്. മലപ്പുറം ജില്ലയ്ക്കും തൃശ്ശൂർ ജില്ലയ്ക്കും എറണാകുളം ജില്ലയ്ക്കും 7 വീതം താലൂക്കുകളാണ്. ഏറ്റവും കൂടുതലുള്ള താലൂക്കുകളുടെ ജില്ലകൾ ഇത് 3 എണ്ണമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കും: താഴെ പറയുന്നതിൽ ഏതാണ് താലൂക്കുകളുടെ എണ്ണം കുറഞ്ഞ ജില്ലകൾ എന്നുള്ളത്? താലൂക്കുകളുടെ എണ്ണം കുറഞ്ഞ ജില്ലകൾ എറണാകുളവും മലപ്പുറവും തൃശ്ശൂരും തരും. അത് കഴിഞ്ഞ് വേറൊരു ജില്ല തരും. അപ്പോൾ മനസ്സിലാക്കുക, ആ ജില്ലയാണ് എറണാകുളവും മലപ്പുറവും തൃശ്ശൂർ. 7 വീതം താലൂക്കുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണ് കുറവ് താലൂക്കുകളുടെ ജില്ല ഓൾറെഡി നമുക്കറിയാം വയനാടാണ്. 3 താലൂക്കുകൾ മാത്രമാണുള്ളത്. ഏറ്റവും കുറവ് താലൂക്കുകളുടെ ജില്ല വയനാട്. 3 താലൂക്കുകൾ മാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക.
അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല അത് മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ചോദിച്ചാൽ മലപ്പുറമാണ്. 94 ഗ്രാമപഞ്ചായത്തുകളാണ് മലപ്പുറത്തുള്ളത്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ളത് വയനാട് ജില്ലയിലും 23 ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് വയനാട് ജില്ലയിലുള്ളത്. അപ്പൊ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട്, 23 ഗ്രാമപഞ്ചായത്തുകൾ മാത്രം. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളമാണ്. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളമാണ്, 13 ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ല ഇടുക്കി, 2 ഏറ്റവും കൂടുതൽ നഗരസഭ എറണാകുളം, ഏറ്റവും കുറവ് നഗരസഭ ഇടുക്കി, 2 മാത്രമാണ്. ഇനി വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയാണ്. വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ആലുവയുമാണ്. വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ആലുവയുമാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ്. 16 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് തൃശ്ശൂരിലുള്ളത്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ്, 16 ബ്ലോക്ക് പഞ്ചായത്തുകൾ. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ വയനാട് ജില്ലയ്ക്ക് 4 മാത്രം. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ തൃശ്ശൂർ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ എവിടെയാണ്? അത് മലപ്പുറത്താണ്. ഏറ്റവും കൂടുതൽ നഗരസഭകൾ എവിടെയാണ്? അത് എറണാകുളത്താണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ എവിടെയാണ്? തൃശ്ശൂരാണ്. ഈ കാര്യം ഇവിടെ മനസ്സിലാക്കുക. കുറവ് ബ്ലോക്ക് പഞ്ചായത്ത് വയനാട്. ഇനി ഏറ്റവും വലിയ താലൂക്ക് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും വലിയ താലൂക്ക്. അത് ഏറനാട് താലൂക്കാണ്. മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കാണ് ഏറ്റവും വലിയ കേരളത്തിലെ താലൂക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഏറനാട് താലൂക്ക്. ഏറ്റവും ചെറിയ താലൂക്ക് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ കുന്നത്തൂരുമാണ്. ഏറ്റവും ചെറിയ താലൂക്ക് കൊല്ലം ജില്ലയിലെ കുന്നത്തൂരുമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂരാണ്. ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്കും കുന്നത്തൂരാണ്. ഇനി വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ കുമളിയാണ്. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി, ഇടുക്കി. എന്നാൽ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്തോ കണ്ണൂർ ജില്ലയിലെ വളപട്ടണം. വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ജനസംഖ്യ കൂടിയ കേരളത്തിലെ താലൂക്ക് ഏതാണ്? അത് കോഴിക്കോട് താലൂക്കാണ്. കോഴിക്കോട് താലൂക്കാണ് കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് എന്ന് പറയുന്നത്. ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കാണ്. ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാണ്? കോഴിക്കോട്. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി, പത്തനംതിട്ട. ജനസംഖ്യ നിരക്ക് വളർച്ച ഏറ്റവും കുറവ് പത്തനംതിട്ടയാണ്. അപ്പൊ പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് ഏതാണ്? കണ്ണൻദേവൻ ഹിൽസ് ആണ്. കണ്ണൻദേവൻ ഹിൽസ്. എന്നാൽ നമ്മുടെ ഈ അടുത്ത് കഴിഞ്ഞ ഫയർമാൻ പരീക്ഷയിലൊക്കെ PSC ഉത്തര സൂചികയായി കൊടുത്തിരിക്കുന്നത് ഉളിയാഴത്തുറ ആണ്. തിരുവനന്തപുരത്തുള്ള ഉളിയാഴത്തുറയാണ് PSC ഉത്തരമായി കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് എന്ന് വന്നപ്പോ അതിലെ ഫൈനൽ ഉത്തര സൂചിക പ്രകാരം ഉളിയാഴത്തുറ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു വില്ലേജിനാണ് കൊടുത്തത്. ഉളിയാഴത്തുറ എന്താണ് വില്ലേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് അത് ഇടുക്കി ജില്ലയിലെ മ്ലാപ്പാറയാണ്. ഏറ്റവും കുറവ് ജനസംഖ്യ മ്ലാപ്പാറ, ഇടുക്കി. ഏറ്റവും ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ അതാണ്, അത് തിരുവനന്തപുരമാണ്. ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരവും കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂരുമാണ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂർ. ജനസംഖ്യ കൂടിയത് തിരുവനന്തപുരം, കുറഞ്ഞത് തൃശ്ശൂർ. അങ്ങനെയാണെങ്കിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഏതാണ്? അത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ ഗുരുവായൂരാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ ഒരു 1-2 തവണ നിങ്ങൾ വീഡിയോ കാണുക, അല്ലെങ്കിൽ നമ്മൾ തരുന്ന നമ്മുടെ പെയ്ഡ് ബാച്ചിലെ ഈ ഒരു നോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. PDF നോട്ട് പഠിക്കുക. നിങ്ങൾക്ക് കൃത്യമായി ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം 3ആണ്. ജനസാന്ദ്രതയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 3-മതാണ്. 1-മത് ബീഹാറും 2-മത് പശ്ചിമ ബംഗാളുമാണ്. ബീഹാറും പശ്ചിമ ബംഗാളും കഴിഞ്ഞാൽ ജനസാന്ദ്രതയിൽ 3-ാം സ്ഥാനത്തുള്ളത് കേരളമാണ്. ബീഹാറും പശ്ചിമ ബംഗാളും കഴിഞ്ഞാൽ ജനസാന്ദ്രതയിൽ 3-മത് കേരളമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കേരളത്തിന്റെ ജനസാന്ദ്രതയാണ് 860 ചതുരശ്ര കിലോമീറ്റർ ആണ്. 860 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ജനസാന്ദ്രത എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കുക, ചോദിക്കും. കേരളത്തിന്റെ ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്റർ. ഇനി ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. 1509 ചതുരശ്ര കിലോമീറ്റർ. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. അങ്ങനെയാണെങ്കിൽ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. സ്വാഭാവികമായും ഇടുക്കിയാണ് ജനസാന്ദ്രത കുറവ്, 254 ചതുരശ്ര കിലോമീറ്റർ. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി.
ഇനി നഗരവാസികൾ കൂടുതലുള്ള ജില്ല നമ്മൾ പറഞ്ഞു എറണാകുളമാണ്. നഗരവാസികൾ കൂടുതലുള്ളത് എറണാകുളമാണ്. ശതമാനാടിസ്ഥാനത്തിൽ നോക്കിയാലും നഗരവാസികൾ കൂടുതൽ എറണാകുളമാണ്. 68.1%. അങ്ങനെയാണെങ്കിൽ നഗരവാസികൾ ശതമാനാടിസ്ഥാനത്തിൽ കുറവുള്ള ജില്ല വയനാടാണ്. വയനാട് ജില്ലയിലാണ് ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറവ്. ഇനി ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല ആലപ്പുഴയുമാണ്. ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ്. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല ആലപ്പുഴയുമാണ്. ഇനി ശതമാനാടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ കുറവുള്ള ജില്ല മലപ്പുറവുമാണ്. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറം. മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറം. ശതമാനാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറം. രണ്ടും മലപ്പുറമാണ്. അങ്ങനെയാണ് ശതമാനാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ കുറവുള്ള ജില്ല പത്തനംതിട്ടയാണ്. ശതമാനാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ കുറവുള്ള ജില്ല പത്തനംതിട്ടയും. ഇനി ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല ഏതാണ്? അത് എറണാകുളമാണ്. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. ഓക്കെ. ഇനി കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ 2.76%. കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76% എന്ന് മനസ്സിലാക്കുക. 2.76%. ഇനി ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മലപ്പുറമാണ്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറവും കുറഞ്ഞ ജില്ല വയനാടുമാണ്. ജനസംഖ്യ കൂടുതലുള്ള ജില്ല മലപ്പുറവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടുമാണ്. അങ്ങനെയാണെങ്കിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറമാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതൽ മലപ്പുറത്താണ്. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിൽ നെഗറ്റീവ് ജനസംഖ്യ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ജില്ലകളാണ് പത്തനംതിട്ടയും ഇടുക്കിയും. അതായത് 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിൽ നെഗറ്റീവ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ജില്ലകൾ പത്തനംതിട്ടയും ഇടുക്കിയുമാണ്. ഓക്കെ. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട. ഇനി നമുക്ക് സ്ത്രീ പുരുഷ അനുപാതം നോക്കിയാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീ പുരുഷ അനുപാതത്തിൽ കേരളത്തിന്റെ സ്ഥാനം 1-ാം സ്ഥാനമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീ പുരുഷാനുപാതത്തിൽ കേരളത്തിന്റെ സ്ഥാനം 1-ാമതാണ്. 2011 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നതാണ്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നതാണ് നമ്മുടെ കേരളത്തിന്റെ സെൻസസ് പ്രകാരമുള്ള സ്ത്രീ പുരുഷാനുപാത കണക്കെന്ന് പറയുന്നത്. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ല ഏതാണെന്നറിയോ? അത് കണ്ണൂരാണ്. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ല കണ്ണൂരാണ്. 1000 പുരുഷന്മാർക്ക് 1136 സ്ത്രീകളാണ്. 1000 പുരുഷന്മാർക്ക് 1136 സ്ത്രീകളാണ്. ഓക്കെ. 1133 എന്നും പറയുന്നുണ്ട്. ഇനി സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കി. 1000 പുരുഷന്മാർക്ക് 1006 സ്ത്രീകൾ എന്നതാണ്. ഓക്കെ. ഇതാണ് സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ കണക്ക്. ഓക്കെ. സ്ത്രീ പുരുഷ അനുപാതം 1000 സ്ത്രീകൾക്ക് 1084, 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നതാണ് കണക്ക്. അതിൽ ഏറ്റവും കൂടിയ ജില്ല സ്ത്രീ പുരുഷ അനുപാതം കൂടിയത് കണ്ണൂരും കുറവ് ഇടുക്കിയുമാണ്. ഇനി സാക്ഷരതയിലേക്ക് പോയാൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്. സാക്ഷരതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. 93.91% സാക്ഷരത. 93.91% നമ്മുടെ സാക്ഷരത. പുരുഷ സാക്ഷരത ചോദിച്ചാൽ 96.02%. 96.02%. കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു കണക്കില്ലേ, 93.91 സാക്ഷരത 93.91 സാക്ഷരത 93.91. ഇതിങ്ങനെ തന്നെ പഠിച്ച് മനസ്സിലേക്ക് ഉറപ്പിച്ചേക്കണം, അത് ചോദിക്കും. അതുപോലെ പുരുഷ സാക്ഷരതയും സ്ത്രീ സാക്ഷരതയും ഓർത്തു വെച്ചേക്കുക. പുരുഷ സാക്ഷരത 96.02, സ്ത്രീ സാക്ഷരത 91.98. ഓക്കെ. ഇതും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം, ചോദിക്കും. ഇനി സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല ചോദിച്ചാൽ കോട്ടയമാണ്. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല കോട്ടയവും സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല വയനാടുമാണ്. സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല വയനാടുമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം നെടുമുടി, ആലപ്പുഴ. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂർ. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂരുമാണ്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം നെടുമുടി, ആലപ്പുഴ. മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂർ. ഇനി 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് ഏതാണ്? 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കരിവെള്ളൂർ പഞ്ചായത്താണ്. കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ പഞ്ചായത്താണ് 100% സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം ഏതാണ്? അത് കോട്ടയമാണ്. ഇന്ത്യയിൽ തന്നെ
സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം കോട്ടയമാണ്. കോട്ടയം. ഏതാണ്? കോട്ടയം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി, അതും കോട്ടയമാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ മുനിസിപ്പാലിറ്റിയും കോട്ടയമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല ഏതാണ്? അത് എറണാകുളം ജില്ലയാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം, അത് കേരളം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. ഓക്കെ, അത് കേരളമാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരതാ നഗരം ഏതാണ്? ചങ്ങനാശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമ സാക്ഷരതാ നഗരം ചോദിച്ചാൽ ചങ്ങനാശ്ശേരി. ഏതാണ്? ചങ്ങനാശ്ശേരി. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരത വ്യവഹാര വിമുക്ത പഞ്ചായത്താണ് ചെറിയനാട് പഞ്ചായത്ത്. ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് പഞ്ചായത്ത് എന്താണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരത വ്യവഹാര വിമുക്ത പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരത വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ചെറിയനാട്, ആലപ്പുഴ. ചെറിയനാട്, ആലപ്പുഴ. അങ്ങനെയാണെങ്കിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നമ്മുടെ കേരളമാണ്. അതേപോലെ തന്നെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കണ്ണൂർ ജില്ലയാണ്. ഏതാണ്? കണ്ണൂർ ജില്ല. മറ്റൊന്ന്, സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ മുനിസിപ്പാലിറ്റി. സമ്പൂർണ്ണ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി പയ്യന്നൂരാണ്. പയ്യന്നൂർ. അങ്ങനെയാണെങ്കിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത്. ആരാണ്? നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത്. ഓക്കെ. ഇനി കേരളത്തിലെ ആദ്യത്തെ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ മങ്കരയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്താണ് മങ്കര, പാലക്കാട്. മങ്കര, പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ സാക്ഷരതാ ഗ്രാമമാണ് മുല്ലക്കര. കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കരയാണ്. ഏതാണ്? മുല്ലക്കര. ഇനി കേരളത്തിൽ നിയമ സാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ആണ് ഒല്ലൂക്കര, തൃശൂർ. ഒല്ലൂക്കര, തൃശൂർ. ഓക്കെ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഇത് കേട്ട് ബോറടിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്കിത് പഠിച്ചേ പറ്റൂ. നമ്മുടെ പരീക്ഷകളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറേ അധികം ചോദ്യങ്ങളുണ്ട് കേരളവുമായി ബന്ധപ്പെട്ട്. ഇനി അതൊക്കെ നമുക്ക് പൊടി തട്ടി എടുക്കണം. നമ്മൾ ഒന്നേമെന്ന് വെച്ച് തുടങ്ങുകയാണ്. അപ്പൊ കൃത്യമായി തന്നെ നമ്മൾ ഓരോ ഏറ്റവും ബേസിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോയേ പറ്റൂ. ഓക്കെ. അപ്പോ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കരയാണെങ്കിൽ നിയമസാക്ഷരത നേടിയ ആദ്യത്തെ കേരളത്തിലെ വില്ലേജ് ആണ് ഒല്ലൂക്കര, തൃശൂർ. ഒല്ലൂക്കര, തൃശൂർ. ഇനി കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് പടവയൽ. ഏതാണ്? പടവയൽ. കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പടവയൽ ഗ്രാമപഞ്ചായത്താണ്. ഏതാണ്? പടവയൽ ഗ്രാമപഞ്ചായത്ത്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് ആകുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂറാണ്. മാവൂർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് മാവൂർ, കോഴിക്കോട്. അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂർ. രാജ്യത്തെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ്. ഏതാണ്? കിളിമാനൂരാണ് എന്ന് മനസ്സിലാക്കുക. ഏതാണ്? കിളിമാനൂർ. ഓക്കെ. കിളിമാനൂർ. ഞങ്ങൾ പോയി കിളിമാനൂർ. ഇനി കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം ഏതാണ്? അത് ഉടുമ്പന്നൂരാണ്, ഇടുക്കി ജില്ല. ആദ്യത്തെ ജൈവ ഗ്രാമം ഉടുമ്പന്നൂർ. കൃത്യമായി നോട്ട് ചെയ്യുക. കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം ഉടുമ്പന്നൂർ. ആദ്യത്തെ ജൈവ ഗ്രാമം ഉടുമ്പന്നൂർ. അങ്ങനെയാണെങ്കിൽ ആദ്യ ഹരിത ഗ്രാമം ഏതാണ്? തുരുത്തിക്കര. തുരുത്തിക്കര. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം തുരുത്തിക്കര, എറണാകുളം. തുരുത്തിക്കര, എറണാകുളം ഹരിത ഗ്രാമം. നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക, എറണാകുളത്തെ തുരുത്തിക്കര എന്ന് പറയുന്ന പച്ചപ്പ് ഇങ്ങനെ വിതറിക്കിടക്കുന്ന ഹരിതാപമായ ഗ്രാമം, അതാണ് തുരുത്തിക്കര. ഇനി 100% സാക്ഷരത നേടിയ ആദ്യത്തെ വില്ലേജ് ഏതാണ്? എറണാകുളം ജില്ലയിലെ പോത്താനിക്കാട്. ഏതാണ്? പോത്താനിക്കാടാണ്. 100% സാക്ഷരത നേടിയ ആദ്യത്തെ വില്ലേജ് ആണ് പോത്താനിക്കാട്, എറണാകുളം. ഏതാണ്? പോത്താനിക്കാട്, എറണാകുളം. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദിച്ച മറ്റൊരു ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? അത് എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യത്തെ
മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി എറണാകുളം. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി എറണാകുളം. കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം ഏതാണ്? അത് തളിക്കുളം തൃശൂർ. കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമമാണ് തളിക്കുളം തൃശൂർ. ഏതാണ്? തളിക്കുളം തൃശൂർ. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്താണ് തളിക്കുളം തൃശൂർ. അതായത് ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമവും രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്തും തളിക്കുളമാണ്. ഏതാണ്? തളിക്കുളം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് പുന്നപ്ര, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ് കേരളത്തിലെ ആദ്യ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് പുന്നപ്രയിലാണ്, ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? അത് പുഴയ്ക്കൽ തൃശൂർ. തൃശൂർ ജില്ലയിലെ പുഴയ്ക്കലാണ് കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. ബാല സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ തൃശൂർ. ഇനി കേരളത്തിൽ ആദ്യമായി 100% കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? കേരളത്തിൽ ആദ്യമായി 100% കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്താണ് നൂൽപ്പുഴ, വയനാട്. ഏതാണ്? നൂൽപ്പുഴ, വയനാട്. ഇനി കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രാലിറ്റി പ്രോജക്റ്റ് നിലവിൽ വന്ന ജില്ല അത് വയനാടാണ്. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രാലിറ്റി പ്രോജക്റ്റ് നിലവിൽ വന്നത് വയനാട് ജില്ലയിലാണ്, വയനാട് ജില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കാർബൺ വിമുക്ത ഗ്രാമപഞ്ചായത്താകുന്നത് മീനങ്ങാടിയാണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ വിമുക്ത ഗ്രാമപഞ്ചായത്ത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. ഏതാണ്? മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം പനമരം, വയനാട്. കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമമാണ് പനമരം, വയനാട്. പനമരം, വയനാട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത് ആധാറൊക്കെ ആ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താ നമ്മൾ പോവുക, ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഇതായില്ലേ, അങ്ങനെയുള്ള ആ ഒരു സമയം. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്താണ് അമ്പലവയൽ, വയനാട്. വയനാട് ജില്ലയിലെ അമ്പലവയലാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്താണ് മയ്യിൽ. കണ്ണൂർ ജില്ലയിലെ മയ്യിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം നടപ്പിലാക്കിയത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം നടപ്പിലാക്കിയത് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിലാണ്. കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിലാണ് ആദ്യമായി അയൽക്കൂട്ടം നടപ്പിലാക്കുന്നത്. ഇനി ഇന്ത്യയിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണ്? കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ്. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. ധർമ്മടം എന്ന് പറയുന്നത് ആരുടെ നിയോജക മണ്ഡലമാണ്? പിണറായി വിജയന്റെ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയോജക മണ്ഡലമാണ് ഏത്? ധർമ്മടം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടത്താണ്, കണ്ണൂർ ജില്ലയിൽ. മറ്റൊന്ന്, ഇന്ത്യയിലെ ആദ്യ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമപഞ്ചായത്ത് അത് കാസർഗോഡ് ജില്ലയിലെ പീലിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമപഞ്ചായത്ത് പീലിക്കോട്, കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമപഞ്ചായത്ത്. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ്? കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് പീലിക്കോട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അത് കാസർഗോഡ് ജില്ലയിലെ പനത്തടി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്താണ് കാസർഗോഡ് ജില്ലയിലുള്ള പനത്തടി. ഏതാണ്? പനത്തടി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കലങ്ങുമുകളാണ്. ഏതാണ്? കൊല്ലം ജില്ലയിലെ കലങ്ങുമുകളാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് എന്ന് പറയുന്നത്. സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ്. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ ഗ്രാമം ഏതാണ്? കൊല്ലം ജില്ലയിലെ പന്മനയാണ് കേരളത്തിലെ ആദ്യത്തെ വ്യവസായ ഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ ഗ്രാമം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പന്മന. അങ്ങനെയാണെങ്കിൽ
കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ച സ്ഥലം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ച സ്ഥലം അത് കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്ത്. ഏതാണ്? മൺട്രോ തുരുത്ത്, കൊല്ലം ജില്ല. മൺട്രോ തുരുത്ത്, കൊല്ലം ജില്ല. ഇനി മറ്റൊന്ന്, കേരളത്തിലെ ആദ്യത്തെ കടലാസ് രഹിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കടലാസ് രഹിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? അത് ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്. ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ്. കേരളത്തിലെ ആദ്യ കടലാസ് രഹിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്. ഇനി കേരളത്തിൽ ആദ്യമായി ISO 9001 അംഗീകാരം ലഭിച്ച പൊതുജനാരോഗ്യ കേന്ദ്രമാണ് ഇരവിപേരൂർ പഞ്ചായത്തിലെ ഓതറ. ഇരവിപേരൂർ പഞ്ചായത്തിലെ ഓതറയാണ് കേരളത്തിൽ ആദ്യമായി ISO 9001 അംഗീകാരം ലഭിച്ച പൊതുജനാരോഗ്യ കേന്ദ്രം. ഓതറ, ഇരവിപേരൂർ പഞ്ചായത്ത്. മറ്റൊന്ന്, പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് ഇരവിപേരൂർ, പത്തനംതിട്ട. ഇരവിപേരൂർ, പത്തനംതിട്ട. മറ്റൊന്ന്, കേരളത്തിൽ ആദ്യമായി ജനങ്ങൾക്ക് സൗജന്യ വൈഫൈ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഇരവിപേരൂരാണ്. കേരളത്തിൽ ആദ്യമായി ജനങ്ങൾക്ക് സൗജന്യ വൈഫൈ നൽകിയ ഗ്രാമപഞ്ചായത്താണ് ഇരവിപേരൂർ. ഏതാണ്? ഇരവിപേരൂർ. ഓക്കെ. മറ്റൊന്ന്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണാണ്. പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്താണ് കൊടുമൺ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ്. കേരളത്തിലെ ആദ്യ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്താണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ. ഏതാണ്? ആലത്തൂർ. മറ്റൊന്ന്, കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്ത്. ഏതാണ്? കണ്ണാടി ഗ്രാമപഞ്ചായത്ത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധന രഹിത പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധന രഹിത പഞ്ചായത്ത് നിലമ്പൂറാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂറാണ് കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധന രഹിത പഞ്ചായത്ത്. നിലമ്പൂറാണ് കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധന രഹിത പഞ്ചായത്ത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായി ICDS പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ICDS പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ്. എവിടെയാണ്? വേങ്ങരയിലാണ് ആദ്യമായി ICDS പദ്ധതി ആരംഭിച്ചത്. വേങ്ങരയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? അത് മലപ്പുറം ജില്ലയിലെ പോത്തുകൽ. ഏതാണ്? പോത്തുകലാണ്. സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പോത്തുകൽ, മലപ്പുറം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ ചക്കിട്ടപ്പാറ, കോഴിക്കോട്. ചക്കിട്ടപ്പാറ, കോഴിക്കോട്. സുരക്ഷാ ചക്ര എന്നായിരുന്നു ആ ഒരു പദ്ധതിയുടെ പേര്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്തായി മാറിയത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയാണ്. സുരക്ഷാ ചക്ര എന്നതായിരുന്നു പദ്ധതിയുടെ പേര്. കേരളത്തിലെ ആദ്യത്തെ ഖാദി വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ബാലുശ്ശേരിയിലാണ്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഖാദി വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ബാലുശ്ശേരി, കോഴിക്കോട്. മറ്റൊന്ന്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന അവയവദാന ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന അവയവദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ. കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ ആണ് ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന അവയവദാന ഗ്രാമം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ആദ്യ പുകയില രഹിത ഗ്രാമം അത് കോഴിക്കോട് ജില്ലയിലെ കൂളിമാടാണ്. കോഴിക്കോട് ജില്ലയിലെ കൂളിമാട്. കേരളത്തിലെ ആദ്യത്തെ പുകയില രഹിത ഗ്രാമമാണ് കൂളിമാട്, കോഴിക്കോട്. മറ്റൊന്ന്, വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. അതായത് വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. അതുപോലെ തന്നെ കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് കൂടിയാണ് മീനങ്ങാടി. വയനാട് ജില്ലയിലെ മീനങ്ങാടി. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്താണ് മീനങ്ങാടി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗാ ഗ്രാമം കുന്നന്താനമാണ്. കുന്നന്താനം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗാ ഗ്രാമം കുന്നന്താനമാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിലെ ആദ്യ നിയമസാക്ഷരത നഗരമായി പ്രഖ്യാപിച്ചത് ചങ്ങനാശ്ശേരി. ഇന്ത്യയിലെ ആദ്യ നിയമസാക്ഷരതാ നഗരമായി പ്രഖ്യാപിച്ചത് ചങ്ങനാശ്ശേരിയിലാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഏതാണ് കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത്? ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി. കേരളത്തിലെ ആദ്യ വിധവാ സൗഹൃദ പഞ്ചായത്ത് വണ്ണപ്പുറം, ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ വിധവാ സൗഹൃദ പഞ്ചായത്താണ് വണ്ണപ്പുറം,
ഇടുക്കി എന്ന് പറയുന്നത്. വണ്ണപ്പുറം, ഇടുക്കി. ഓക്കെ, ഇത്രയുമാണ് ബേസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി കേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ്. കേരളം എന്ന ഉത്തരം വരുന്ന ചോദ്യങ്ങളാണ്. നമുക്കറിയാം ഇന്ന് വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടക്കുകയാണ്. കേരളം രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ കേരളവുമായി ബന്ധപ്പെട്ട കുറച്ചധികം വസ്തുതകൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം. രണ്ടാമത്തത്, ശിശു മരണനിരക്ക് കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. ശിശു മരണനിരക്ക് കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. മറ്റൊന്ന്, എല്ലാ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സൗകര്യം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. എല്ലാ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സൗകര്യം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് കൂടിയ സംസ്ഥാനം. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് കൂടിയ സംസ്ഥാനം. അതുപോലെ തന്നെ ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. എയർ ആംബുലൻസ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. എയർ ആംബുലൻസ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ലോട്ടറി ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. വാട്ടർ മെട്രോ പ്രൊജക്ട് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. വാട്ടർ മെട്രോ പ്രൊജക്ട് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. പ്രവാസികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. പ്രവാസികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം. അതുപോലെ തന്നെ ഇന്ത്യയിൽ പക്ഷിഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ പക്ഷിഭൂപടം തയ്യാറാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം. മറ്റൊന്ന്, ഭിന്നലിംഗക്കാർക്കായി പ്രത്യേക നയമുണ്ടാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഭിന്നലിംഗക്കാർക്കായി പ്രത്യേക നയമുണ്ടാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. പിന്നെ വരുന്നത് ട്രാൻസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ട്രാൻസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘം ആരംഭിക്കുന്ന സംസ്ഥാനം. അതായത് ട്രാൻസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘം ആരംഭിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി കൺസ്ട്രക്ഷൻ ഇന്നൊവേഷൻ ഹബ്ബ് നിലവിൽ വരുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി കൺസ്ട്രക്ഷൻ ഇന്നൊവേഷൻ ഹബ്ബ് നിലവിൽ വരുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി വിധിന്യായങ്ങൾ പ്രാദേശിക ഭാഷയിൽ പുറത്തിറക്കിയ ഹൈക്കോടതിയുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി വിധിന്യായങ്ങൾ പ്രാദേശിക ഭാഷയിൽ പുറത്തിറക്കിയ ഹൈക്കോടതിയുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി മാൻഹോളുകൾ വൃത്തിയാക്കാൻ റോബോട്ടുകളെ ഉപയോഗിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി മാൻഹോളുകൾ വൃത്തിയാക്കാൻ റോബോട്ടുകളെ ഉപയോഗിക്കുന്ന സംസ്ഥാനം. സംസ്ഥാന വ്യാപകമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ എന്നീ സാങ്കേതിക വിദ്യകൾ നടപ്പാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. അതായത് സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI, ഓട്ടോമാറ്റഡ് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ എന്നീ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സംസ്ഥാനം. തുടർച്ചയായി 4-ാം വർഷവും ടൂറിസത്തിന്റെ സമഗ്ര വികസനം എന്ന വിഭാഗത്തിൽ മികച്ച സംസ്ഥാനത്തിനുള്ള ഹാൾ ഓഫ് ഫെയിം പദവി ലഭിച്ച സംസ്ഥാനം. അതുപോലെ തന്നെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. അംഗപരിമിതരുടെ സെൻസസ് നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. അംഗപരിമിതരുടെ സെൻസസ് നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. ബാലവേല ഉന്മൂലനം ചെയ്യാനായി പാരിതോഷിക പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ബാലവേല ഉന്മൂലനം ചെയ്യാനായി പാരിതോഷിക പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം. ആദ്യ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം. ആദ്യ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി മാജിക് ടൂറിസം നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി മാജിക് ടൂറിസം നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ വിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം.
അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്കായി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം. തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്കായി ക്ഷേമനിധി ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ജെൻഡർ ഡാറ്റ ഹബ്ബ് സ്ഥാപിക്കാൻ UN വുമൻ ധാരണാപത്രം ഒപ്പിട്ട സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ ഡാറ്റ ഹബ്ബ് സ്ഥാപിക്കാൻ UN വുമൻ ധാരണാപത്രം ഒപ്പിട്ട സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം. പ്രഖ്യാപിത രോഗങ്ങളുടെ പട്ടികയിലേക്ക് ക്യാൻസറിനെയും ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ക്യാൻസർ രോഗികളുടെ സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തി ഏകീകൃത ക്യാൻസർ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം. അതായത് പ്രഖ്യാപിത രോഗങ്ങളുടെ പട്ടികയിലേക്ക് ക്യാൻസറിനെയും ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ക്യാൻസർ രോഗികളുടെ സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തി ഏകീകൃത ക്യാൻസർ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ചുമതല വനിതാ ഉദ്യോഗസ്ഥർക്ക് നൽകിയ സംസ്ഥാനം. അതായത് വനിതാ ദിനത്തിൽ, അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷന്റെ ചുമതല, സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ചുമതല വനിതാ ഉദ്യോഗസ്ഥർക്ക് നൽകിയ സംസ്ഥാനം. കീഴടങ്ങുന്ന നക്സലൈറ്റുകൾക്ക് തൊഴിലും സംരംഭക അവസരങ്ങളും നൽകാൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. കീഴടങ്ങുന്ന നക്സലൈറ്റുകൾക്ക് തൊഴിലും സംരംഭക അവസരങ്ങളും നൽകാൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. നിയമസഭാ വിവരങ്ങൾ ഡിജിറ്റലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. നിയമസഭാ വിവരങ്ങൾ ഡിജിറ്റലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഓക്കെ, അടുത്തത് സ്കൂൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കിയ സംസ്ഥാനം. സ്കൂൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കിയ സംസ്ഥാനം. ഔദ്യോഗിക രേഖകളിൽ ദളിത്, ഹരിജൻ എന്നീ പദങ്ങൾ ഒഴിവാക്കിയ സംസ്ഥാനം. ഔദ്യോഗിക രേഖകളിൽ ദളിത് എന്നും ഹരിജൻ എന്നും പദങ്ങൾ ഒഴിവാക്കിയ സംസ്ഥാനം. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനായി സർക്കാർ മാർഗരേഖ പ്രാബല്യത്തിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനായി സർക്കാർ മാർഗരേഖ പ്രാബല്യത്തിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. പിന്നെ ഏറ്റവും പ്രധാനമായത് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. ഓക്കെ, അപ്പൊ ഇത്രയും വസ്തുതകളാണ് നമ്മൾ ഈ ഒരു കേരളത്തിന്റെ ബേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ ഒരു കേരള പിറവി ദിനത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ പെയ്ഡ് ബാച്ചുകളും നമുക്ക് ഉണ്ട്. അവിടെ നമ്മൾ ഈ ഒരു PDF നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. ഇപ്പൊ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനായി താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇനി വേണമെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നാണ്. അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് നമ്മുടെ പോൾ ക്വിസും മറ്റു കാര്യങ്ങളും നോട്ടുകളൊക്കെ അവിടെ നമ്മൾ നൽകും. അതുകൂടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.